അവളെ വായി തന്നെ കേക്കാം കേട്ടോ. ഞാൻ നിങ്ങളെ മുന്നിൽ എത്തുന്നതിന്റെ ഒറ്റ കാരണം ഈ ബുള്ളറ്റ് മാനിക്കാരുടെ ബോസ് കാരണമാണ്. പക്ഷെ നമ്മൾ ഇത്രയും ഈ വേദിയിൽ എത്തുന്നോ, ഇത്രയും പിന്നെ പ്രശസ്തി ആവുന്നോ എനിക്ക് ഒന്നും കഴിഞ്ഞില്ല, അറിയാൻ പറ്റിയില്ല. ഈ ബുള്ളറ്റ് മാനിക്ക് അവിടെ വന്നതും എനിക്ക് അറിയില്ലായിരുന്നു. പെട്ടെന്നൊരു മുന്നിൽ വന്ന ഒരാള് ബുള്ളറ്റോട് വന്ന് നിന്നു. പക്ഷെ ഞാനന്ന് ഓണപ്പൂക്കൾ ഇട്ടിട്ടിങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പൂക്കള് ചെടിയുടെ ചോട്ടിലിട്ടാല് അത് പൂ അല്ല പിന്നെ വിത്ത് മുളക്കുമെന്ന് വിചാരിച്ചിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കൊടുത്തതായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ആറ് പെട്ടെന്ന് നെട്ടല്ലായിട്ടോ. ഇതിപ്പോ എന്താ സംഭവം, പെട്ടെന്ന് ശരിയെ വിളിച്ചിട്ട് ഒരു ദിവസം വരികയെന്ന് വെച്ചാല് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ വൈറലായി എന്നുള്ളതും ഒന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് വന്ന് ചാടിയപ്പോൾ അവിടെ അയൽവാസിയോടെ പിന്നെ മൗലൂദുണ്ടായിരുന്നു. അവിടെ മരിച്ചപ്പോൾ വല്യമ്മ ഒരു ടെൻഷനിലും കാര്യത്തിലൊക്കെ ആയിരുന്നു. പക്ഷേ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ ആകെ ടെൻഷനിൽ വല്യമ്മ എന്താ ഇത് സംഭവം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെയൊക്കെ അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷിക്കും. എല്ലാ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കും എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. അത്രയ്ക്കും സന്തോഷമാണ് എനിക്ക്. നിങ്ങളെ കാണാൻ പറ്റുന്ന പോലും എനിക്ക് അറിയാൻ പറ്റുന്നില്ല. എല്ലാവർക്കും നല്ല സന്തോഷമാണ്. എന്താ വെച്ചാൽ എന്നെ കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു ഭയങ്കര ജാടായിരിക്കും, അതുപോലെ ടീമേൻ്റെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ അവർക്ക് നേരിട്ട് കണ്ടപ്പോഴാണ് എൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താന്നുള്ളത്. ഞാൻ പച്ചപ്പാവാണെന്നൊക്കെ അവർ പറയുന്നു. എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ ഇത്രയും വേദിയിൽ സംസാരിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് മീറ്റപ്പിൽ ഞാൻ പങ്കെടുക്കുന്നതും എല്ലാ കാര്യങ്ങളും അറ്റൻഡ് ചെയ്യുന്നതും. എനിക്ക് ഒരുപാട് സന്തോഷമായി. ബുള്ളറ്റുമാരിക്കാർക്ക് എൻ്റെ വക ഒരു പോളിംഗ് ക്ലാസ് സമ്മാനം കൊടുത്തിട്ടുണ്ട്. അതാ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അത്രയും ഒരു വാക്ക്. ശരി, താങ്ക് യു വെരി മച്ച്.